ആപ്കി അദാലത്തിൽ കിരൺ ബേഡിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ സ്വയം പുകഴ്ത്തുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. കിരൺ മാഡം, ഈ അസൂയയും വഴക്കുകളും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാ മീഡിയ അത്രത്തോളം താങ്കളെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ആർക്കാണെങ്കിലും കുറച്ച് അസൂയ വരില്ലേ? എനിക്കെന്ത് ചെയ്യാനാകും? വാട്ട് കാൻ ഐ ഡു? അതെല്ലാം ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ എന്റെ വളർച്ചയെ നോക്കി ഓടുന്നവളായിരുന്നെങ്കിൽ ഇന്ന് എന്റെ കയ്യിൽ ഒരു മെഡൽ കൂടി ഉണ്ടായിരുന്നേനെ. അത് ഞാൻ വാങ്ങിയില്ല. അതിന്റെ പേര് ഏഷ്യൻ ജ്യോതി. ഏഷ്യൻ ഗെയിംസിന് ശേഷം 1982 ഏഷ്യൻ ഗെയിംസിന് ശേഷം അപ്പോൾ ട്രാഫിക് മാനേജ്മെന്റ് വളരെ നന്നായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റേത് ഒരു പ്രശ്നവും വന്നില്ല. എല്ലാരും സുരക്ഷിതമായി വീട്ടിൽ ചെന്നെത്തി. ഒരു പ്രശ്നവും ഉണ്ടായില്ല, ഒരു ജാംസും ഉണ്ടായില്ല. അതുപോലെ രാജീവ് ഗാന്ധി സാറും പാർക്കിംഗ് ലേബിൾ ചോദിച്ചു വാങ്ങിയിരുന്നു. എന്തിനു വാങ്ങിയെന്നാൽ അദ്ദേഹവും ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നതിനു വേണ്ടി. ശരിക്കും പറയണമെങ്കിൽ എല്ലാരും നിയമങ്ങൾ പാലിച്ചു. പിന്നെ അതിനെക്കുറിച്ച് മീഡിയയിലൊക്കെ എഴുതപ്പെട്ടു, അതായത് ട്രാഫിക് റൂൾസ് വാർ എക്സലന്റ് എന്ന്. സോ ഞങ്ങൾ എല്ലാവർക്കും മെഡൽ നൽകാനായി വിളിച്ചു. സോ വന്ന് വാങ്ങിക്കോളൂ എന്ന്. അവർ അപ്പോൾ എന്നെയും വിളിച്ചു മെഡൽ നൽകാനായി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ മെഡൽ എനിക്കുള്ളതാണോ അല്ല ട്രാഫിക് യൂണിറ്റിൻ്റെതാണെന്ന്. അപ്പൊ അവർ പറഞ്ഞു അത് നിങ്ങൾക്കുള്ളതാണെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. കാരണം അത് ഒരാളുടെ അധ്വാനമല്ല, കോടിക്കണക്കിന് ആളുകളുടെ അധ്വാനമാണ്. അതുകൊണ്ട് എനിക്ക് ഈ മെഡൽ വേണ്ട. ഒരുപക്ഷെ നിങ്ങളിത് തരുന്നതായിരുന്നാൽ ട്രാഫിക് യൂണിയന് മുഴുവനായി കൊടുക്കൂന്ന് പറഞ്ഞു. ഒപ്പം എല്ലാ ഹോം ഗാർഡ്സിനും കൊടുക്കെന്ന് പറഞ്ഞു. അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കൂ. പാവം അവർ റോട്ടിൽ നിന്ന് പണിയെടുത്തു. എനിക്ക് സ്വാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടേക്ക് ചെന്ന് മെഡൽ വാങ്ങുമായിരുന്നല്ലോ. ഞാനത് വാങ്ങിയില്ല. താങ്കൾ തിഹാർ ജയിലിലേക്ക് പോയ സമയത്ത് താങ്കൾ കൊടുത്ത ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു സൂയിലേക്ക് വന്നതുപോലെ തോന്നുന്നു എന്നുള്ളതാണ്. നേരാണോ? അവിടുത്തെ സാഹചര്യം അത്രത്തോളം മോശമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾക്ക് മുൻപ് അവിടെ പ്രവർത്തിച്ച ഓഫീസേഴ്സിന്റെ പ്രവൃത്തികളെ താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ചോദ്യചിഹ്നമായി മാറ്റിയിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർ ഒരു ജോലിയും ചെയ്തില്ല. അതാണ് സത്യം. നേര് പറയണമെങ്കിൽ ഞാൻ അവിടെ വളരെ പൊളൈറ്റായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് പോലും അയച്ചില്ല ഞാൻ അവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ച്. ഞാൻ അവിടെയുള്ള സിറ്റുവേഷൻ ശരിയാക്കാനാണ് നോക്കിയത്. ആർക്കെതിരായി ഞാൻ ഒന്നും തന്നെ എഴുതിയില്ല. ഞാൻ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടെന്നുള്ള കാര്യങ്ങൾ. അവിടെ ഒന്നും തന്നെ ശരിയില്ലായിരുന്നു. കാരണം ആദ്യമായി ഞാൻ തീഹാർ ജയിലിലേക്ക് പെട്രോൾ പോയപ്പോൾ അതൊരു സൂ പോലെയായിരുന്നു. അവിടെ എല്ലാ രീതിയിലുള്ള ശബ്ദങ്ങളും കേട്ടുകൊണ്ടേയിരുന്നു. ചില മൃഗങ്ങളെപ്പോലെ, പട്ടികളെപ്പോലെ എല്ലാ രീതിയിലുള്ള ശബ്ദങ്ങളും കേട്ടുകൊണ്ടേയിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്താ ഇത്? ഇവരൊക്കെ എന്താ ഉറങ്ങാതിരിക്കുന്നത്? രാത്രിയാകുമ്പോൾ ഇവരൊക്കെ ഉറങ്ങാതിരിക്കുമെന്ന് ഞാൻ ഒട്ടും ചിന്തിച്ചു പോലും നോക്കിയില്ല. പൊതുവായി നമ്മൾ രാത്രി സമയങ്ങളിൽ ഉറങ്ങും, പക്ഷെ ജയിലിലുള്ള ആരും തന്നെ ഉറങ്ങുന്നില്ല. അപ്പൊ ഞാൻ ഓഫീസറോട് ചോദിച്ചു, ഇവരൊക്കെ എന്തുകൊണ്ടാ ഉറങ്ങാത്തതെന്ന്. അവർ പറയുന്നു ഇവരെങ്ങനെ ഉറങ്ങുമെന്ന്. അവർ പകൽ മുഴുവൻ ഉറങ്ങാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമെന്ന്. ഞാൻ ചോദിച്ചു എന്ത് ലഹരി വസ്തു? അവർ പറഞ്ഞു എല്ലാ രീതിയിലുള്ളതും. നിങ്ങൾ എന്തു കൊടുത്താലും അത് ലഹരിയായി ഉപയോഗിക്കുമെന്ന്. ഞാൻ ചോദിച്ചു അങ്ങനെ എന്ത് ലഹരിയാണെന്ന്. അതായത് അവർ കിട്ടുന്ന ലഹരി വസ്തു ഉപയോഗിച്ച് ലഹരി കയറ്റുമെന്ന്. ഒരുപക്ഷെ ലഹരി വസ്തു കിട്ടിയില്ലെങ്കിൽ ആ ദേഷ്യത്തിൽ അവരെ കൊണ്ട് ഉറങ്ങാൻ സാധിക്കില്ല, മറ്റുള്ളവരെയും ഉറങ്ങാൻ സമ്മതിക്കില്ലെന്ന്. ഒരു വശത്ത് ലഹരി വസ്തു കിട്ടാത്തവർ മറുവശത്ത് അവർക്ക് കിട്ടിയ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമയ്ക്കുള്ള മരുന്നുണ്ടെങ്കിൽ അതും കുടിക്കുന്നു. അതായത് ഡോക്ടർ മരുന്നായി കൊടുക്കുന്നതും അവർ വാരി കഴിക്കുന്നു. അതും ഒരു രീതിയിൽ ലഹരിയാണ്. അതായത് ഓരോരുത്തർ ലഹരി ഉള്ളതുകൊണ്ടും നിലവിളിക്കുന്നു, മറ്റുള്ളവർ ലഹരി കിട്ടാത്തതുകൊണ്ടും നിലവിളിക്കുന്നു. ഞാൻ കരുതി നമ്മൾ എവിടെയാണ് വന്ന് കുടുങ്ങിയതെന്ന്. എനിക്കത് വിശ്വസിക്കാനായില്ല. ഇവരൊക്കെ നന്നായി എന്നെങ്കിലും ഉറങ്ങുമെന്ന് എനിക്കതിൽ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ശരിക്കും കുടുങ്ങിയത് തന്നെ. എന്റെ അവസ്ഥ ഇതോടെ മോശമാകും, ഇനി രക്ഷയില്ലെന്ന് കരുതി. പക്ഷേ ഞാനെന്റെ വിശ്വാസം വെടിഞ്ഞില്ല. ഞങ്ങൾ പതുക്കെ പതുക്കെ പണി തുടങ്ങി. ഒരു മുഴുവനായുള്ള മാറ്റം കൊണ്ടുവരാൻ തുടങ്ങി. ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻസ് കൺട്രോൾ ചെയ്ത് കുറേശ്ശെ കൊടുക്കാൻ തുടങ്ങി. അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. പകൽ സമയത്ത് ഉറങ്ങാതെ നോക്കി. ആരെയും ഉറങ്ങാൻ സമ്മതിച്ചില്ല. ചിലരെ പഠിപ്പിച്ചു, ചിലരെ പ്രാർത്ഥനകൾ ചെയ്യാൻ പഠിപ്പിച്ചു. പിന്നെ പതുക്കെ പതുക്കെ സിറ്റുവേഷൻ മാറി. അവരും ഉറങ്ങാനൊക്കെ തുടങ്ങി. സോ പോയിന്റ് ഈസ് സൂ തന്നെയാ. അത് സൂവാ. സൂ ആയിരുന്നു അത്. അവിടേക്ക് അഴുക്ക് പിടിച്ചിരുന്നു. ഭയങ്കര സ്മെല്ല്. എവിടെ നോക്കിയാലും കുപ്പ. ഒരുപാട് മാസങ്ങളായി അതൊന്നും വൃത്തിയാക്കിയില്ല. റൊട്ടിയിലൊക്കെ പുഴുക്കളായിരുന്നു. ഇതൊക്കെ ശരിക്കും സത്യമാണ്. കാരണം ഞാൻ ആദ്യമായി പെറ്റീഷൻ ബോക്സ് തുടങ്ങിയപ്പോൾ ആ മൊബൈൽ പെറ്റീഷൻ ബോക്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു അതൊക്കെ എഴുതിയിടാൻ പറഞ്ഞു. ഇപ്പോഴും എന്റെ കയ്യിൽ ആ ലെറ്റേഴ്സ് ഉണ്ട്. അതിലെന്ത് എഴുതിയിരുന്നെന്നാൽ ഞങ്ങളുടെ ആഹാരത്തിൽ പുഴുക്കളുണ്ടെന്ന്. അഴുക്കുള്ള വെള്ളത്തിലാണ് എല്ലാം കഴുകുക, അതേ വെള്ളത്തിലാണ് ആഹാരം ചെയ്യുക. ഞാൻ എന്തു പറയാനാ? ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ മുഴുവനായി എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതുന്ന ആ ബുക്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ സത്യം എന്താണെന്നാൽ അവർ സന്തോഷിക്കണം. മറ്റൊരു വലിയ കോൺട്രവേഴ്സിയായി മാറിയിരിക്കും. ഞാനത് എല്ലാം റിപ്പോർട്ടായി എഴുതി അത് ഗവൺമെന്റിന് അയച്ചിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചെങ്കിൽ
പക്ഷെ ഞാൻ അങ്ങനെ എഴുതുകയോ ഒന്നും ചെയ്യുകയോ ചെയ്തില്ല. എല്ലാം ശരിയാക്കി വൃത്തിയാക്കാനാണ് നോക്കിയത് ഞാൻ. അതായത് പഴയ പാത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പുതിയ പുതിയ സിൽവർ പാത്രങ്ങൾ ഞാൻ വാങ്ങിക്കാൻ തുടങ്ങി. അതായത് പറയണമെങ്കിൽ സ്റ്റീൽ അതോറിറ്റിയിൽ നിന്നും ഇതുപോലുള്ള പുതിയ പുതിയ ഭംഗിയുള്ള പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. പുതിയ പാത്രങ്ങൾ വന്നു, ആഹാരമൊക്കെ വൃത്തിയായി മാറി, എല്ലാം തന്നെ നന്നായി. ചവറൊക്കെ എടുത്ത് ഉരമാക്കി മാറ്റി. ആരോടും പരാതിയും പറഞ്ഞില്ല. ഞാൻ എന്റെ പണി ചെയ്യാൻ തുടങ്ങി. ഇതൊരു തെറ്റാണോ? പറയൂ. ജോലി ചെയ്യുന്നത് കോൺട്രവേഴ്സിയാണോ? ജയിലിനെ ഒരു ആശ്രമമാക്കി മാറ്റിയോ? അതെ, ജയിൽ ഒരു ആശ്രമമാണ്. നമ്മൾ ജയിൽ ആശ്രമമായി മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി ശരിയായി ചെയ്തില്ലെന്നാണ് അർത്ഥം. കാരണം ജയിൽ എല്ലാരെയും നന്നാക്കുന്ന സ്ഥലമാണ്. നമ്മൾ അതിന് കറക്ഷൻ സെന്റർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ കറക്ഷൻസ് ചെയ്യാറില്ല. അതുകൊണ്ട് ജയിലിനെ ആശ്രമം എന്നുള്ള പേരിലേക്ക് മാറ്റി, അവരുടെ മനസ്സ് മാറണമെന്നതിന് വേണ്ടി. സോ അതുകൊണ്ട് ഒരു ഇമ്പാക്ട് ഉണ്ടായി. പിന്നെ ഞങ്ങൾ പറയാൻ തുടങ്ങി, നിങ്ങൾ തിഹാറിന്റെ ആശ്രമവാസികളാണെന്ന്. പിന്നെ എങ്ങനെ ലഹരി ഉപയോഗിക്കും, എങ്ങനെ കുടിക്കും? ആശ്രമത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരുപക്ഷെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ മറ്റുള്ളവരൊക്കെ അവരെ പിടിക്കും. ആശ്രമത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ചോദിക്കും. സോ അത് കാരണം ഒരു ഇമ്പാക്ട് ഉണ്ടായി. പേര് കാരണം ഒരു ഇമ്പാക്ട് ഉണ്ടായി. അവിടെ പേര് മാത്രമല്ല, ജോലിയും ഉണ്ടായിരുന്നു. ഒരു വശത്ത് ജോലി, ഒരു വശത്ത് പേര്. പക്ഷെ ഇപ്പോ കേട്ടത് എന്താണെന്ന് വെച്ചാൽ പഴയ സ്ഥിതിയിൽ തന്നെ തീഹാർ എത്തിയിരിക്കുന്നതായിട്ടാണ്. പല വാർത്തകളും വന്നുകൊണ്ടേയിരിക്കുന്നു. 13 പ്രതികൾ ജയിൽ ചാടിയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം 4 പ്രതികളാണ് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടത്. അത് ആശ്രമമാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ തോന്നും? നിങ്ങൾ പറയുന്നത് നേരാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ജയിൽ എന്നത് തന്നെ ഒരു പോരാട്ടമാണ്. അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കുറച്ചൊന്ന് അശ്രദ്ധയായിരുന്നാൽ കണ്ണു ചിമ്മുന്ന സമയത്തിനകത്ത് ഇതുപോലെ എന്ത് വേണമെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ വളരെ അലേർട്ടായിരിക്കണം. സോ ആശ്രമം എന്നത് സമാധാനമായി കിടന്നുറങ്ങുന്ന സ്ഥലമല്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം. ഓരോ ദിവസവും വളരെ നന്നായി ശ്രദ്ധിക്കണം. ആരെങ്കിലും ഒരാൾ അശ്രദ്ധയായിരുന്നാൽ, ഒരു കോൺസ്റ്റബിൾ ഒരു തെറ്റ് ചെയ്താൽ, ബാക്കിയുള്ള എല്ലാവരും അലേർട്ടായിരുന്ന് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ എല്ലാം നശിക്കും. അതുകൊണ്ട് നമ്മൾ പേര് മാറ്റിയാലും എന്തൊക്കെ ചെയ്താലും പ്രൊട്ടക്ഷന്റെ സൈഡിൽ നിന്ന് 1% പോലും തെറ്റ് സംഭവിക്കാൻ പാടില്ല. സെക്യൂരിറ്റിയിലും ഒരു കോംപ്രമൈസും ചെയ്യരുത്. പക്ഷെ മെസ്സേജ് എന്താണെന്നാൽ സെക്യൂരിറ്റിയും വേണം, നന്നാകാനുള്ള വഴിയും ചെയ്യണം. ഇപ്പോൾ ഉള്ളതുപോലെ. ഒരു വ്യൂവർ താങ്കൾക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അവരെന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, കിരൺ ബേഡി ആപ്കി അദാലത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഈ ചോദ്യം അവരോട് ചോദിക്കണം. അതായത് കുറ്റവാളികളെ നന്നാക്കി എടുത്തതുപോലെ രാഷ്ട്രീയക്കാരെയും നന്നാക്കി എടുക്കാൻ സാധിക്കുമോ എന്ന്. അത് വളരെ വലിയ കാര്യമാണ്. ഞാനൊരു ചെറിയ ഓഫീസറാണ്. അത് എന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ അവർ തീഹാർ ജയിലിലേക്ക് ചെന്നാൽ അതിന് സാധ്യതയുണ്ട്.